ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു സെഷനിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ഗേറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ IV characteristics of the diode in the circuit given below are. അതായത് കറന്റും വോൾട്ടേജും തമ്മിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഗിവൺ സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് അവർ തന്നിട്ടുണ്ട്. I is equal to V minus 0.7 divided by 500, that much ampere, when the voltage V is greater than or equal to 0.7. First condition, if the voltage across the diode, if it is greater than or equal to 0.7, then the current that flows through the diode is V minus 0.7 divided by 500 ആണ്, അത്രയും ആംബിയർ ആണ്. And that current is equal to 0 ampere. That current is equal to 0 ampere. Current 0 ആണ് എപ്പോ? When V is less than 0.7 volt. അതായത് voltage across the diode less than 0.7 ആണെന്നുണ്ടെങ്കിൽ then current I is equal to 0. അങ്ങനെ രണ്ട് കണ്ടീഷൻ, അതായത് കറണ്ടും വോൾട്ടേജും നമ്മൾ റിലേഷൻ രണ്ട് കേസിൽ അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, ഒരു സർക്യൂട്ട് ഡയഗ്രാം. ആ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഒരു 10 വോൾട്ടിന്റെ സപ്ലൈ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു 10 വോൾട്ട് സപ്ലൈ ഉണ്ട്. then ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1K ആണ് വരുന്നത്. സോ റെസിസ്റ്റൻസ് വാല്യൂ ഈസ് 1K ആണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ വരുന്നത്. ദെൻ ഒരു ഡയോഡ് ഉണ്ട്. ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വി. ദെൻ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഈ ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ. സോ ഈ വിയും ഐയും തമ്മിലുള്ള റിലേഷൻ ആണ് അവർ രണ്ട് കേസിൽ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ക്വസ്റ്റ്യൻ, ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ്, അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു സർക്യൂട്ടിലുള്ള കറണ്ടിന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ഐയുടെ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതിൽ നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. അതായത് നമ്മൾ ഈ ഒരു ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുക. ഈ ഒരു ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യുക. സോ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ളത് ഒരു 10 വോൾട്ട് സപ്ലൈ ഉണ്ട്. ദെൻ റെസിസ്റ്റൻസിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. സോ ഇറ്റ്സ് പൊളാരിറ്റി വിൽ ബി ലൈക്ക് ദിസ്, പ്ലസ് മൈനസ് ആയിരിക്കും പൊളാരിറ്റി. ദെൻ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജിന്റെ പൊളാരിറ്റി ആൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, സോ 10 വോൾട്ട് മൈനസ് 1K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഓം ആണ്, 1 കിലോ ഓം. ദാറ്റ് ഇൻറ്റു ദാറ്റ് കറണ്ട് I, 1000 I. ദെൻ മൈനസ് V ഈസ് ഈക്വൽ ടു, മൈനസ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഉദ്ദേശിച്ചത്. മൈനസ് V ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ KVL ഈ ഒരു ലൂപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള എക്സ്പ്രഷൻ. സോ മൈനസ് പ്ലസ്, പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്. സോ 10 മൈനസ് 1000 I മൈനസ് V ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിയേ, ഇറ്റ് ഈസ് 10 വോൾട്ട്. ഓക്കെ, സോ ഈ 10 വോൾട്ട് കൊടുത്താൽ നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ് ഡ്രോപ്പ് ഉണ്ടാവും. ബാക്കി വരുന്ന വോൾട്ടേജ് എവിടെ വരും, ഡയോഡിന് അക്രോസ് വരും. അപ്പൊ എന്തായാലും ഡയോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ് it will be greater than 0.7 because sufficient voltage ഇവിടെ കൊടുക്കുന്നുണ്ട്, 10 വോൾട്ട് കൊടുക്കുന്നുണ്ട്. സോ V will be greater than or equal to 0.7 എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ V greater than or equal to 0.7 ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഐയുടെ എക്സ്പ്രഷൻ ഏതാണ്, V minus 0.7 divided by 500. V minus 0.7 divided by 500 ആണ്, because the voltage across the diode will be greater than or equal to 0.7 because നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടിലുള്ള പവർ സപ്ലൈ എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. സോ സഫിഷ്യന്റ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.7 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐയുടെ എക്സ്പ്രഷൻ ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും എടുക്കേണ്ടി വരിക. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സോ ദിസ് വിൽ ബിക്കം 10 മൈനസ് 1000 ഇൻറ്റു, നമ്മൾ ഐയുടെ എക്സ്പ്രഷൻ എന്ത് എടുക്കുകയാണ്, ഐയുടെ എക്സ്പ്രഷൻ ഇറ്റ് ഈസ് V മൈനസ് 0.7 ഡിവൈഡഡ് ബൈ 500 മൈനസ് V ഇസ് ഈക്വൽ ടു 0. സോ ഈ 1000ഉം 500 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം 2. സോ 10 മൈനസ് 2V, ദെൻ മൈനസ് കൂടെ പ്ലസ് ആവും. സോ പ്ലസ് 1.4
minus V is equal to 0. Plus 1.4 minus V is equal to 0. So V യുടെ ടേംസ് ഒരു സൈഡിലേക്ക് എടുക്കുക. So V യുടെ ടേംസ് ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 10 plus 1.4 is equal to, that is 11.4. 11.4. 10 plus 1.4, that is 11.4 is equal to minus 2V minus V ഉണ്ട്. So it will become 3V. So from this V is equal to 11.4 divided by 3. So that is equal to 11.3. 11.4 divided by 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് it will be 3.8. So the value will be 3.8. അത്രയും വോൾട്ട് ആയിരിക്കും. ഓക്കെ, സോ ദ വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് നമ്മൾ ആൾറെഡി പറഞ്ഞു ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.7 കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 11.4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.8 വോൾട്ട് ആണ് നമുക്ക് വോൾട്ടേജ് കിട്ടിയത്. ഓക്കെ, സോ വോൾട്ടേജ് 3.8 ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട്. സർക്യൂട്ടിലുള്ള കറന്റിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കറന്റിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, I is equal to V minus 0.7 divided by 500 ആണ്. അപ്പൊ V ഇപ്പൊ നമുക്ക് കിട്ടി, എത്ര കിട്ടി? V is 3.8 കിട്ടി. സോ 3.8 minus 0.7 divided by 500 വരും. ഡിവൈഡ് ബൈ 500 അത്രയും ആംബിയർ ആണ് വരിക. സോ 3.8 നിന്ന് 0.7 കുറച്ച് കഴിഞ്ഞാൽ 3.1 divided by 500. So that is equal to 6.2 milliampere. That is equal to 6.2 milliampere. Solve ചെയ്ത് കഴിഞ്ഞാൽ you will get 6.2 milliampere ആയിരിക്കും ഏതിന്റെ വാല്യൂ? കറന്റിന്റെ വാല്യൂ. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പാരാമീറ്ററും കറണ്ട് തന്നെയാണ്. സോ നമുക്ക് ആൻസർ കിട്ടിയത് 6.2 milliampere ആണ്. സോ നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, സോ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 കേസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യത്തെ KVL തന്നെ കൺക്ലൂഡ് ചെയ്തു. ഡയോഡ് ഇറ്റ് വിൽ ബി വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.7 എന്നുള്ളതെന്ന് ഈ ഒരു എക്സ്പ്രഷൻ വെച്ച് KVL ഇക്വേഷൻ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തു. വോൾട്ടേജ് കണ്ടുപിടിച്ചതിന് ശേഷം ആ വോൾട്ടേജ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കറണ്ടിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡയോഡിന്റെ കേസിൽ വരുന്ന കപ്പാസിറ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ജംഗ്ഷൻ കപ്പാസിറ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊരു NAT ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഓപ്ഷൻ ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് എൻ്റർ ചെയ്യാണ് വേണ്ടത്. സോ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ദ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഓഫ് ആൻ അബ്രപ്റ്റ് PN ജംഗ്ഷൻ. സോ PN ജംഗ്ഷൻ അബ്രപ്റ്റ് ആണ്, അതായത് ഗ്രേഡഡ് PN ജംഗ്ഷൻ, അബ്രപ്റ്റ്, അങ്ങനെ 1-2 കാറ്റഗറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അബ്രപ്റ്റ് PN ജംഗ്ഷൻ ആണ്. സോ അതിന്റെ കേസിലുള്ള ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ VBI എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.75 വോൾട്ട് ആണ്. ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഈസ് 0.75 ആണ് തന്നിട്ടുണ്ട്. സോ ഇഫ് ഇറ്റ്സ് junction capacitance CJ at a reverse bias VR of 1.25. അതായത് ഫസ്റ്റ് കേസിലുള്ള റിവേഴ്സ് ബയസ് വോൾട്ടേജിനെ നോർമലി VR എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ ഫസ്റ്റ് കേസിലുള്ള റിവേഴ്സ് ബയസ് വോൾട്ടേജിനെ ഞാൻ VR1 എന്ന് എടുത്തു. സോ ഫസ്റ്റ് കേസിലുള്ള റിവേഴ്സ് ബയസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 1.25 വോൾട്ട് ആണ്. 1.25 വോൾട്ട് ആണ്. സോ 1.25 വോൾട്ട് റിവേഴ്സ് ബയസ് നമ്മൾ കൊടുക്കുന്ന സമയത്തുള്ള ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഐ ആം ഡിനോട്ടിങ് ഇറ്റ് ആസ് CJ1 എന്ന് പറയുന്നത് എത്ര ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് 5 പൈക്കോഫാരഡ്. 5 പൈക്കോഫാരഡ് ആണ്. സോ ഇറ്റ് ഈസ് 5 പൈക്കോഫാരഡ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് 1.25 വോൾട്ട് കൊടുക്കുമ്പോൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് 5 പൈക്കോഫാരഡ് ആണ്. ദെൻ ദ വാല്യൂ ഓഫ് CJ ഇൻ പൈക്കോഫാരഡിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. വെൻ VR is equal to, ഇനി നമ്മൾ ആ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഒന്ന് മാറ്റുകയാണ്. സോ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഞാനൊന്ന് ചേഞ്ച് ചെയ്തു. സോ ദ ന്യൂ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഞാൻ അതിനെ VR2 എന്നെടുത്തു. സോ VR2 ഈക്വൽ ടു 7.25 വോൾട്ട് ആവുന്ന സമയത്ത് റിവേഴ്സ് ബയസ് വോൾട്ടേജ്
1.25 നിന്ന് 7.25 ഞാൻ ചേഞ്ച് ചെയ്തു. സോ അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് എ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്, ദാറ്റ് ഈസ് CJ2ന്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. സോ വാട്ട് ഈസ് എ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് CJ2 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം, കപ്പാസിറ്റൻസും നമ്മുടെ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അൺനോൺ പാരാമീറ്റർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടുത്തെ ജംഗ്ഷൻ അബ്രപ്റ്റ് ജംഗ്ഷൻ ആണ്. സോ ഇൻ കേസ് ഓഫ് അബ്രപ്റ്റ് ജംഗ്ഷന്റെ കേസിൽ CJ ഈസ് പ്രൊപ്പോർഷണൽ ടു, എന്താ നമ്മുടെ റിലേഷൻ, CJ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√of CJ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√of VBI, that is built in potential, plus എന്താണ് VR ആണ്, പ്ലസ് VR. Okay, so in case of abrupt junction, the junction capacitance CJ is proportional to 1/√of VBI plus VR ആണ്. ഇപ്പൊ രണ്ട് കേസിലുണ്ട്. സോ രണ്ട് കേസിൽ നമ്മൾ CJ1 പ്രൊപ്പോർഷണൽ ടു 1/√of VBI, രണ്ട് കേസിലും സെയിം തന്നെയാണ്, 0.75 ആണ്. സോ 1/√of VBI plus VR1. സെക്കൻഡ് കേസിൽ CJ2 is proportional to 1/√of VBI plus VR2. അങ്ങനെ രണ്ട് ഇക്വേഷൻ ആക്കുക. ദെൻ CJ2 ഡിവൈഡഡ് ബൈ CJ1 എന്നുള്ള ഒരു റേഷ്യോ ആക്കി ഞാൻ അതിനെ മാറ്റുകയാണ്. സോ വാട്ട് ഈസ് ദാറ്റ് റേഷ്യോ, CJ2 ഡിവൈഡ് ബൈ CJ1. ഓക്കെ, സോ ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻ നമുക്കറിയാം. ഈ റിലേഷൻ വെച്ചിട്ട് CJ1 CJ2 ആക്കുക, അതിനെ ഡിവൈഡ് ചെയ്യുക, CJ2 ബൈ CJ1 ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം റൂട്ട് ഓഫ് VBI പ്ലസ് VR1 ഡിവൈഡഡ് ബൈ VBI പ്ലസ് VR2. ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ CJ2 മുകളിലാവുമ്പോൾ ഇവിടെ VR1 ആയിരിക്കും വരിക, CJ1 താഴെയാണ്. സോ ഇവിടെ VR2. ഇൻവേഴ്സ് റിലേഷൻ ആകുമ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ അങ്ങനെയാണ് വരിക. സോ ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VBIയുടെ വാല്യൂ നമുക്ക് അറിയാം 0.75. സോ 0.75 പ്ലസ് VR1 1.25. സോ 0.75 പ്ലസ് 1.25. സോ 0.75 പ്ലസ് 1.25 വരും. ഡിനോമിനേറ്ററിൽ VBI 0.75 പ്ലസ് VR2ന്റെ വാല്യൂ 7.25. So it will become 0.75 plus 7.25. That is CJ2 divided by CJ1 ആണ്. Okay, so നമുക്ക് CJ2 ആണ് കണ്ടുപിടിക്കേണ്ടത്. So CJ2 is equal to CJ1 into root of this term വരും. So root of 2/8 അല്ലെ, 2/8 വരും. സോ 2/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണ്, റൂട്ട് ഓഫ് 1/4. സോ റൂട്ട് ഓഫ് 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. സോ CJ2 is equal to CJ1/2 വരും. സോ CJ2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ CJ2 is equal to CJ1. എത്ര CJ1? 5 picofarad ആണ്. സോ ഇറ്റ് ഈസ് 5 picofarad. So it is 5 picofarad by 2. So the answer is 2.5 picofarad ആണ് ആൻസർ. So the answer is 2.5 picofarad. So നമുക്ക് ഇവിടെ ആൻസർ വേണ്ടത് പൈക്കോഫാരഡിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ന്യൂമറിക്കൽ ആൻസർ ആയിട്ട് എൻട്രി ചെയ്യേണ്ട വാല്യൂ എത്രയാണ്? 2.5 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇത് കപ്പാസിറ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ കപ്പാസിറ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ ജംഗ്ഷൻ ഏത് ടൈപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അബ്രപ്റ്റ് ആണോ ഗ്രേഡഡ് ജംഗ്ഷൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ജംഗ്ഷൻ കപ്പാസിറ്റൻസും റിവേഴ്സ് ബയസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ നോട്ട് ചെയ്യുക. ആ റിലേഷൻ വെച്ചിട്ട് രണ്ട് ഇക്വേഷൻ ആക്കുക, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺനോൺ പാരാമീറ്റർ അതിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ സിലിക്കൺ പി എൻ ജംഗ്ഷൻ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 20 ഡിഗ്രി സെൽഷ്യസ്, അതായത് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള പി എൻ ജംഗ്ഷന്റെ കേസിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 പൈക്കോ ആംപിയർ ആണ്. എ സിലിക്കൺ പി എൻ ജംഗ്ഷൻ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 20 ഡിഗ്രി സെൽഷ്യസ് ഹാസ് എ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഓഫ് 10 പൈക്കോ ആംപിയർ. അപ്പൊ ഡാറ്റ ഒന്ന് എഴുതാം. ഇനീഷ്യൽ ടെമ്പറേച്ചർ ഞാൻ T1 എന്ന് എടുക്കുകയാണ്. സോ T1 എന്ന് പറയുന്നത് എത്രയാണ്?
20 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആവുന്ന സമയത്തുള്ള റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, ഞാൻ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിനെ I0 എന്ന് ഡിനോട്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. സോ I0 ഓഫ് T1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 പൈക്കോ ആംബിയർ ആണ്. 10 പൈക്കോ ആംബിയർ ആണ്. Then the reverse saturation current at 40 degree Celsius, അതായത് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്തായാലും കൂടും. അതായത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടും ടെമ്പറേച്ചറും തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ട്. ഓക്കെ, സോ ദ ന്യൂ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? T2. സോ ഐ ആം ഡിനോട്ടിങ് ഇറ്റ് ആസ് T2. സോ T2 ഈസ് 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ടെമ്പറേച്ചർ എത്രയിലേക്ക് മാറി? 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ആ സമയത്തുള്ള റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ദാറ്റ് ഈസ് I0 ഓഫ് T2. I0 ഓഫ് T2 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മറ്റേ ടെമ്പറേച്ചർ ഓഫ് 40 ഡിഗ്രി സെൽഷ്യസ്, ഇതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ടെമ്പറേച്ചർ റിലേഷൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് I0 അറ്റ് എ ടെമ്പറേച്ചർ T2 എന്ന് പറയുന്നത്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അറ്റ് എ ടെമ്പറേച്ചർ T2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, അതിന്റെ ഫോർമുല റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അറ്റ് എ ടെമ്പറേച്ചർ T1 ഇൻറ്റു reverse saturation current at a temperature T2 is equal to reverse saturation current at a temperature T1 into 2 raised to T2 minus T1 by 10 ആണ്. 2 raised to T2 minus T1 by 10 ആണ്. അപ്പൊ നമുക്ക് I0 of T2 കണ്ടുപിടിക്കണം. I0 of T1 നമ്മുടെ കയ്യിലുണ്ട്. സോ ദിസ് ഈക്വൽ ടു 10 പൈക്കോ ആംബിയർ ഇൻറ്റു 2 raised to T2 minus T1. T2 is 40, T1 is 20, so 40 minus 20, that is 20. So 2 raised to T2 minus T1, 20. So 20 by 10. So 20 by 10. So എന്ത് വരും? 10 പൈക്കോ ആംബിയർ ഇൻറ്റു 2 raised to 2. 2 raised to 2 എന്ന് വരും. So 2 raised to 2 is 4. So 4 into 10 പൈക്കോ ആംബിയർ, that is 40 പൈക്കോ ആംബിയർ ആണ് ആൻസർ. 40 പൈക്കോ ആംബിയർ ആണ് ആൻസർ. സോ ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ ബി 40 പൈക്കോ ആംബിയർ ആണ് ആൻസർ. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. സോ നമ്മളോട് ചിലപ്പോൾ 35 ഡിഗ്രി സെൽഷ്യസിലുള്ള പുതിയ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡബിൾസ് ഫോർ എവരി 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും. അതായത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡബിൾസ് ഫോർ എവരി 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് നോക്കാം. ഇനീഷ്യലി ടെമ്പറേച്ചർ എത്രയാണ്? 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 20 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ കറണ്ട് എത്രയായിരുന്നു? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് 10 പൈക്കോ ആംബിയർ ആണ്. അതൊരു 10 ഡിഗ്രി സെൽഷ്യസ് ഞാൻ കൂട്ടി. അപ്പൊ 20 എത്രയായി? 30 ഡിഗ്രി സെൽഷ്യസ് ആയി. സോ 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം എന്താണ്? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡബിൾസ് എന്ന് പറയുമ്പോൾ 10 പൈക്കോ ഫാരഡ് എത്രയായിട്ട് മാറും? 20 പൈക്കോ ഫാരഡ് ആയിട്ട് മാറും. ഇനി 30 ഡിഗ്രി സെൽഷ്യസ് വീണ്ടും ഞാനൊരു 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടി. അപ്പൊ എത്രയായി? 40 ഡിഗ്രി സെൽഷ്യസ് ആയി. സോ 40 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ടെമ്പറേച്ചർ 40 ആവുമ്പോൾ 10 കൂടുമ്പോൾ വീണ്ടും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡബിൾ ചെയ്യും. അപ്പൊ 20 പൈക്കോ ഫാരഡ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാവും? 40 പൈക്കോ ഫാരഡ് ആവും. അത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ആ രീതിയിലും ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഇനി അതല്ല, അറ്റ് എനി ടെമ്പറേച്ചർ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫോർമുല I0 of T2 is equal to I0 of T1 into 2 raised to T2 minus T1 by 10 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ഓക്കെ, സോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ കേസിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഈ ഒരു സെഷനിൽ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് EDCയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ എന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.